അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകൾ കൊണ്ടും നബിതങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുകൊണ്ടെല്ലാം ബറക്കത്തെടുത്ത സ്വഹാബിമാരെക്കുറിച്ച് വ്യത്യസ്തമായ ക്ലാസ്സുകളിലായി നാം അറിയുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊണ്ട് ബറക്കത്തെടുത്ത മുത്തുനബിയോട് നേരിട്ട് സഹവസിച്ച നബിതങ്ങളെ നിറകണ്ണുകളോട് കണ്ട തിരുനബിയുടെ ശരീരത്തിൽ സ്പർശിച്ച മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന, അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തമായ സംഭവങ്ങളാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്കേറെ പരിചിതരായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുത്തുനബിയുടെ സേവകനായി കൂടെ കൂടുകയും ഖാദിമ റസൂലില്ല എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ആൾ എന്ന കാരണത്താൽ, മുത്തുനബിയുടെ ഒരു സ്വഹാബി എന്ന കാരണത്താൽ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ പ്രമുഖനാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രായക്കൂടുതലുള്ള ആളുമായിരുന്നു. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹിബ്തു ജരീർ ബിൻ അബ്ദില്ലാഹി ഫകാന യഖ്ദിമുനി. ഞാനൊരിക്കൽ ജരീർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ സഹവസിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് സേവനം ചെയ്യുകയുണ്ടായി, എന്നെ സേവിക്കുകയും എനിക്ക് ഖിദ്മത്ത് ചെയ്യുകയുണ്ടായി. എന്നേക്കാൾ പ്രായം കൂടിയ ജരീർ റളിയല്ലാഹു അൻഹു എനിക്ക് സേവനം ചെയ്യുകയാണ്. എന്താണ് ഇതിന് കാരണം? ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി റഅയ്തുൽ അൻസാറ യസ്നഊന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മഹാന്മാരായ അൻസാറുകൾ ചെയ്തിരുന്ന കാര്യങ്ങളെ ഞാൻ നേരിട്ട് കണ്ടയാളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അൻസാറുകൾ ബറക്കത്തെടുക്കുമായിരുന്നു. ലാ അറ അഹദൻ മിൻഹും ഇല്ലാ അക്രംതുഹു. അതുകൊണ്ട് തന്നെ അൻസാറുകളിൽ നിന്ന് ആരെ ഞാൻ കണ്ടാലും ഞാൻ അവരെ ബഹുമാനിച്ചിട്ടല്ലാതെ വിടാറില്ല എന്ന് മഹാനായ ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു, ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ മഹാനവറുകളെക്കാൾ പ്രായക്കൂടുതലുള്ള ജരീർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇനി മറ്റൊരു സംഭവം കാണാം. മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു താബിഉകളിൽ പ്രമുഖനായിരുന്നു. മഹാനവറുകളെക്കുറിച്ച് ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സാബിത്ത് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ അസ്സലാത്ത ഫീ ഖബ്രിഹി ഫഅഅ്തിനി അസ്സലാത്ത ഫീ ഖബ്രി. അല്ലാഹുവേ, നിൻ്റെ അടിമകളിൽ ആർക്കെങ്കിലും നീ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ തൗഫീഖ് അവസരം നൽകുകയാണെങ്കിൽ എനിക്ക് നീ ആ അവസരം നൽകണേ എന്ന് അള്ളാഹുവിനോട് സദാസമയം ദുആ ചെയ്യുന്ന ആളായിരുന്നു സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാന്മാർ പറയുന്നുണ്ട്, ഇന്ന ഹാദിഹി ദഅവത ഉസ്തുജീബത് ലഹു. ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും മഹാനവറുകൾ അവരുടെ മരണത്തിന് ശേഷം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നതായി മഹാന്മാർ രേഖപ്പെടുത്തുകയും അത് കണ്ടതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്രയും മഹത്വമുള്ള സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് നോക്കാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവരുടെ മൗലയായിരുന്ന ജമീല എന്ന് പറയുന്ന സ്ത്രീയോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്നുണ്ട്, ഹാത്തിലി തീബൻ അംസഹ് ബിഹി യദി. എനിക്ക് സുഗന്ധം കൊണ്ടുവരൂ, ആ സുഗന്ധം എൻ്റെ കയ്യിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ആവശ്യപ്പെടുകയാണ്.
എന്താണതിന് കാരണം? ഫഇന്ന ഇബ്ന ഉമ്മി സാബിത്ത് ഇദാ ജാഅ ലം യറല്ലാഹ ഹത്താ യുഖബ്ബില യദി. ഉമ്മു സാബിത്തിൻ്റെ മകൻ, അതായത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എൻ്റെ അടുത്തേക്ക് വന്നാൽ എൻ്റെ കൈ മുത്തിയിട്ടല്ലാതെ, എൻ്റെ കൈ ചുംബിച്ചിട്ടല്ലാതെ അവർ തൃപ്തി അടയാറില്ല. അതുകൊണ്ടാണ് കയ്യിൽ സുഗന്ധം തേക്കുന്നത് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഇതിന് കാരണമായി പറയുന്നത് കഫുൻ മസ്സത്തിയത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സ്പർശിച്ച കൈയാണ്. ആ കൈ കാരണം കൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിനെ മുത്തുന്നത് എന്ന് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു സംഭവം കാണാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബുൽ ആലിയത്ത് റിയാഹി എന്ന് പറയുന്ന ഒരു മഹാന് ഒരു ആപ്പിൾ സമ്മാനിച്ചു. മഹാനായ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു അതവരുടെ കൈകളിൽ എടുക്കുകയും വജഅല യശുമ്മുഹാ വയുഖബ്ബിലുഹാ വയംസഹുഹാ ബിവജ്ഹിഹി, മഹാനവറുകൾ ആ ആപ്പിളിനെ മണക്കുകയും അതിനെ ചുംബിക്കുകയും അതുകൊണ്ട് അവരുടെ മുഖമിങ്ങനെ തടവുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, തുഫാഹത്തുൻ മസ്സത്ഹാ കഫുൻ മസ്സത്ത് കഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ സ്പർശിച്ച കൈ തൊട്ട ആപ്പിളാണിത്, അതുകൊണ്ടാണ് ഇതിനെ വറക്കത്തെടുക്കുന്നത് എന്ന് അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ച വസ്തുവിനെ ബഹുമാനിക്കുന്നവരാണ് സ്വഹാബിമാർ, മഹാന്മാർ എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ച ആള് അവരെ ബഹുമാനിക്കാനും കൂടി മഹാന്മാർ പഠിപ്പിക്കുകയും അവരെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തവരായിരുന്നു മഹാന്മാർ എല്ലാവരും. ഈ സംഭവങ്ങളെല്ലാം മഹാനായ ഇമാം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ തബഖാത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.